കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Eurogulf, simplifying your complications. You can replace your friends. You can exchange your jewelry. You can change your jobs too. But you cannot change your certificates. If there is a fake attestation on it, a fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy Attestation and University Verification. Eurogulf Attestations. Authenticity guaranteed. Log on to eurogulf.com or email attestation@eurogulf.com. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, Comedy wala. മലബാർ കോമഡി വാല. Yo, yo. കോലം മാറുന്നോരീ നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല, മലബാർ കോമഡി വാല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു അക്ഷരം ഉണ്ടിയോ? ഉണ്ടിയോ? ഉണ്ടൂല, ഉണ്ടൂലങ്ങള്. ഇവിടെ മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടോ? എനിക്കിങ്ങനെ ദിവസവും പറമ്പ് പോകാൻ പറ്റൂല, മടുത്ത്. മനസ്സിലായോ? നിങ്ങൾ മോളിലെ റൂം പോയി നോക്കിക്കോ. 4 ഓടാ പൊട്ടിയത്, പട്ടിക മാറ്റിയിട്ടില്ല. എത്ര ദിവസമായോട് പട്ടിക മാറ്റി തരാൻ പറയുന്നത്? എന്റെ ക്ഷമ പരിശോധിക്കരുത്. ആ, മനസ്സിലായോ? എനിക്ക് ഇങ്ങനത്തെ ഒരു കൊട്ടാരത്തിൽ നിൽക്കണ്ട ഒരു ഇതും എനിക്കില്ല. കേട്ടോ, ഇതിന്റെ ഇഷ്ടം മാറ്റി തരാൻ 6 മാസമായി. മാറ്റി തന്നെയാണ്. ഒരു തേപ്പാരെ വിളിച്ച് തേപ്പിച്ചാ പോരത്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഒരു കുളിമുറി ഉണ്ട് ഇവിടെ. ഏതെങ്കിലും റൂമിൽ ബൾബ് കത്തുന്നുണ്ടോ? തിരുമനസ് വായ തുറന്ന് എന്തെങ്കിലും അത് പറ. പറയട്ടെ? ആ, പറ. ഇനി എന്റെ തൊള്ള തുറന്നാല് എന്റെ തല ഞാൻ എടുക്കൂ. അയ്യോ, എന്താ വിചാരിച്ചത്? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഈ പറയുന്ന എല്ലാ അസൗകര്യങ്ങളും ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. 2 ആഴ്ചയായി കുളിമുറിയിലായിട്ട് ഞാൻ കുളിച്ചിട്ട്. ശരിയാണ്, മണമുണ്ട്. ഈ അസൗകര്യത്തിലൊക്കെ നിൽക്കാൻ കഴിയെങ്കിൽ ഇവിടെ നിന്നാ മതി. അങ്ങനെ നിൽക്കൂ. ആ രാജാവിനേക്കാളും വലിയ ആളാവണ്ട ഈ. ഒരിക്കലും അങ്ങനെ വലിയ ആളാകൂല. ഇനി എന്തെങ്കിലും തൊള്ള തുറന്ന് പറഞ്ഞ് മുണ്ടിയാല് ശരിയാണ്, അന്ന് ഞാൻ ശർക്കര വൈദ്യരെ അടുത്തേക്ക് കൊണ്ടുപോകും. അയ്യോ, ഇനി പറയ്, പോണോ? വേണ്ട. പോണോ? പോണ്ട. ഇവിടെ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടോ? ഒരു അസൗകര്യവും ഇല്ല. കുളിമുറി നല്ല കുളിമുറി. ഇവിടെ തേക്കണോ? ഒന്നും ചെയ്യണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. മോളിലോട് മാറ്റണോ? മോളിലോട് മാറ്റരുത്. ബൾബ് അങ്ങനെ തന്നെ കത്തിക്കോട്ടെ. ഇനി മേലില് ഒരു അക്ഷരം മുണ്ടി പോയത് ഒന്നും മുണ്ടൂല. അയ്യോ,
തിരുമനസേ, അയ്യോ തിരുമനസേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല കുളിമുറിയാണ്, അതൊന്നും തേക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാം. പക്ഷെ ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കൊട്ടാരത്തിലേക്ക് വിളിക്കുമ്പോൾ എന്നോടൊരു വാക്ക് തിരുമനസ് പറഞ്ഞിരുന്നു. എനിക്ക് ഒരു ശമ്പളം തരാം. അതെന്താന്ന് ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. അതെന്താന്ന് അറിയാനുള്ളൊരു ഇന്ത്യൻ പൗരന്റെ അവകാശമാണ്. അത് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത് എന്താണ്, എനിക്ക് കിട്ടുമോ? നിങ്ങളെന്താണ് ഇത് എന്ത് പറയുമ്പോൾ ഇങ്ങനെ ഇറച്ചി കടിച്ച് വലിക്കുന്ന മാതിരി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? വിശന്ന് പൊരിച്ച് നിൽക്കുന്ന എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ മുന്നിൽ നിങ്ങൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ ശമ്പളത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ചില്ലറ തരിക എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തരുന്നില്ല. എനിക്ക് എൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസിക ആരോഗ്യ തലച്ചോറിന്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. തിരുമനസ്സിന് അത് ഉണ്ടാവില്ല, തലച്ചോറില്ലല്ലോ. നിങ്ങൾ തിരുമനസ്സിനൊരു പരിഹാരം കാണൂല? പരിഹാരം കാണുമല്ലോ എന്റെ ശമ്പളത്തിന്റെ കാര്യത്തില്? ഉണ്ണിമാനെ, ശമ്പളത്തിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, തരാൻ പറ്റൂല. എന്നാ എന്റെ ടിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുവോ? ടിപ്പ് അത് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ അപ്പൊ ടിപ്പും ശമ്പളം എനിക്ക് നിങ്ങൾ തരൂല, ഒരു രക്ഷയില്ല. അത് നിങ്ങൾ ഉറപ്പിച്ച്. എന്നാൽ ഇതിന് ഒരു പരിഹാരം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താണ്? ഞാൻ ഈ ഉത്തരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങി ചാവും. ഉറപ്പായിട്ട് ചാവും. ഈ ഉത്തരത്തിന്റെ മുകളിലോ? എന്താണ്? ഉത്തരത്തിന്റെ മുകളിലൊക്കെ കെട്ടി തൂങ്ങി ചാഴണത് കൊള്ളാം. പക്ഷെ മനാഫ് തോന്നി എന്താണ് ആലോചിക്കണത്? അല്ല, ആത്മഹത്യ ചെയ്യാന്നുള്ള എന്റെ പരിപാടി കൊളായല്ലോ. ആ പ്ലാനിങ് തെറ്റി. ഇനിയിപ്പൊ എങ്ങനെ മരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ആണോ? എന്തൊക്കെ വഴികളാണ്? തീവണ്ടിന്റെ മുന്നിൽ തല വെച്ചാ മതി. അയ്യോ, അത് പറ്റൂല. അതെന്താ? ഞരമ്പ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. വേദന ഉണ്ട്. വേദന ആവും. ഇരുമ്പിന്റെ ചക്രല്ലേ. നമുക്ക് വേറെ പണി ചെയ്യാം. എന്താണ്? കിണറ്റ് ചാടിക്കോ. ജലദോഷം, മൂക്കിന് വെള്ളം കയറും. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം. അത് പറ്റൂല. ലാസ്റ്റ് പരിപാടി എന്താണ്? വിഷം കുടിച്ചാ മതി. നോമ്പല്ലേ? നോമ്പാണ്. നോമ്പ് മുടങ്ങാൻ പാടില്ലല്ലോ. പിന്നെപ്പോ എന്നെ സന്തോഷാക്കാൻ പറ്റിയ എന്ത് പരിപാടിയല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോ ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ ഒരു വഴി ഉള്ളത്? എനിക്ക് നിങ്ങളുടെ സന്തോഷം വരണോ? നിങ്ങൾക്ക് സന്തോഷം വരണം. നിങ്ങളെ ഞാൻ സന്തോഷിപ്പിച്ചു തരാം. നിങ്ങളെ സന്തോഷിപ്പിച്ചു തരാ. പറയടാ. എന്നെ മാനസികമായിട്ട് സങ്കടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കണം. ഞാനിവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. എന്തുണ്ടാക്കുക? മൊത്തം ആളുകളെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കും. എങ്ങനെ? അത് എങ്ങനെ നിങ്ങൾ അറിയണ്ട. ഇല്ല, ഞാൻ ഖരോ പെയ്യും. അതിന്റെ തല ഞാൻ കൊയ്യും. എന്നാ പിന്നെ ആ പരിപാടി ഒഴിവാക്കാം. ഞാനിപ്പോ നിരാഹാര സമരം ചെയ്യും. ചിരിക്കണ്ട. ആ പരിപാടിയല്ല എല്ലാ ദിവസവും ഡെയിലി ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്. ഈ തിരുമനസ് എന്നെ തിരിപ്പിച്ചു കൊല്ലും. ഈ ചാകാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ റെഡിയാണ്. ഞാനിവിടെ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. മിണ്ടി പോരുത്. ഞാൻ മിണ്ടു. മിണ്ടാണ്ടിരിക്കടാ. ഈ രാവിലെ മുതലുണ്ട് പിന്നാലെ കൂടി ചൊറിയാൻ തുടങ്ങിയിട്ട് ഉണ്ണിമാന്റെ വഴുതാലെ പൂത്താങ്കിരി കൂടിയ മാതെ. ഇനി ഈ പറഞ്ഞു മുണ്ടിയാല് സൂപ്പിക്ക് ഇതിപ്പോ സൂപ്പിന്റെ ഒരു ഭാഗമല്ലേ പൊള്ളിയുള്ളൂ. എന്റെ തല മുഴുവൻ ഞാൻ അടുപ്പിലിട്ട് കത്തിക്കും. തിരു, അയ്യേ തൊടിക്കുന്നു. തിരുമനസേ, നല്ല ഷൂ. അയ്യോ, കാല് വേദന ഉണ്ട്. കാല് ഉണ്ട്. പിണങ്ങല്ല. കാല് ഞാൻ വിടൂല. തിരുമനസേ, കാല് നീരുണ്ട്. ഞാൻ ഒഴിഞ്ഞു തരാം കേട്ടോ. ദേഷ്യം പിടിച്ചല്ലോടാ. എന്റെ തിരുമനസേ, ഞാനൊന്ന് തിരുമനസിനെ പരീക്ഷിച്ചതാണ്. അതിന് തിരുമനസ് വിജയിച്ച്. സത്യോ, ഞാൻ ഇത്രയും പറഞ്ഞ സംഭവം ഒക്കെ ഞാൻ തിരുമനസിന് എത്ര ക്ഷമ ഉണ്ട് എന്ന് ഞാൻ പരിശോധിച്ചാണ്. അതിന് തിരുമനസ് വിജയിച്ചോ? എന്തൊരു അച്ചടക്കം, എന്തൊരു ക്ഷമ, എന്തൊരു ദയാശീലൻ, കാരുണ്യം, ഭയഭക്തി, ദേശാന്തരത, ബുദ്ധി, എല്ലാത്തിലും
അതല്ലേ അതിന്റെ പരീക്ഷണമായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും എന്നോട് സ്നേഹം ഉണ്ടോ? ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തിരുമനസിനോട്. ശരിക്കും സ്നേഹമുണ്ട്. ജീവനാണ് തിരുമനസ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇജ്ജ് കേക്കോ? അത് വിശ്വാസല്ലേ? അതാണല്ലോ എന്റെ തൊഴില് തിരുമനസേ. എന്ത് പറഞ്ഞാലും അനുസരിക്കും. എന്ത് പറഞ്ഞാലും കേക്കണല്ലോ. എന്നാലേ നിമാനെ, ഓ ഈ പോയിട്ട് 2 പൊറാട്ടി ഒരു ബീഫ് കറിയും വാങ്ങിക്കൊണ്ടുവരുവോ? ഇതിപ്പോ തൂങ്ങിച്ചത്തോനെ കാലുമ തൂങ്ങിന്ന് പറഞ്ഞ മാതിരിയല്ലോ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ പമ്പിൽ മുമ്പനാണെടോ. മലബാർ കോമഡി ബാല, മലബാർ കോമഡി ബാല. കോലം മാറുന്നോരീ നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയ ചേരാം പൊന്നളിയ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്ന